അങ്ങനെ ഞാൻ കുരിശിൻ്റെ വഴി മുട്ടയെ നീന്തി ചൊല്ലി പിന്നെ ഇറങ്ങി വന്ന് ഞാനിങ്ങനെ നോക്കുമ്പോൾ തന്നെ ആ 3 മുഴയും അപ്രത്യക്ഷമായി. അച്ഛൻ വീണ്ടും പ്രാർത്ഥിച്ച് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ അച്ഛൻ പറഞ്ഞു ഈശോ ആ എടുത്തു മാറ്റി എന്ന് പറഞ്ഞു ആ തടിപ്പ്. എന്നിട്ട് എൻ്റെ ഷർട്ടൊക്കെ മാറ്റി നോക്കിയപ്പം അവിടെ ഉണ്ടായിരുന്നിടത്ത് ഒരു സംഗതിയില്ല. ഇത് നമ്മുടെ ഉഷാ മരിയ ചേച്ചി തൻ്റെ സ്വന്തം കൈപ്പടയിൽ ദൈവവചനത്തിന് തന്നെ സമർപ്പിച്ചതിൻ്റെ അടയാളമാണ് ഈ ബൈബിൾ എന്ന് പറഞ്ഞാൽ ഈ ബൈബിൾ എഴുതിയത് ഉഷാ മരിയ ചേച്ചിയാണ്. സമയത്ത് ഞങ്ങൾ ഈ ധ്യാനത്തിന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സ്തുതിപ്പിൻ്റെ സമയത്ത് എൻ്റെ 2 മുട്ടിലും തണുത്ത തിര വന്നടിച്ച പോലെ എനിക്ക് തോന്നി. പെട്ടെന്ന് എൻ്റെ മുട്ടൊന്ന് റിലാക്സ് ആയ പോലെ പിന്നെ എനിക്ക് മുട്ട നിൽക്കാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, ഇത് നമ്മുടെ ഉഷാ മരിയ ചേച്ചിയും ബാബുവേട്ടനുമാണ്. ഇവർ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലും കോംപ്രമൈസ് ഇല്ല, വിശ്വാസത്തിൻ്റെ കാര്യത്തിലും കോംപ്രമൈസ് ഇല്ല. കാരണം ഞാൻ ഒരുപാട് ഹോട്ടലുകളിൽ പോയിട്ടുണ്ട്. പലരും ഈശോയുടെ ഒരു രൂപം വെക്കാൻ മടി കാണിക്കുമ്പോൾ ഇവിടെ ക്രിസ്തുവിൻ്റെ ഒരു പ്രഘോഷണം നടത്തുന്നൊരു ഹോട്ടലാണിത്. ഉച്ചയാകുമ്പോഴത്തേക്ക് ഇവിടെ ഒരുപാട് പേര് ഭക്ഷണത്തിനായിട്ട് വരാറുണ്ട്. പക്ഷെ അവർക്കെല്ലാം ഭക്ഷണം കൊടുക്കുന്നതോടൊപ്പം ക്രിസ്തുവിനെ കൊടുക്കുന്നതിൽ ഇവർക്കൊരു മടിയില്ല. അതിൻ്റെ പിന്നിൽ എന്തോ ഒരു കാരണമുണ്ട്. അപ്പോൾ അതിലേക്കാണ് നമ്മൾ കടന്നു പോകുന്നത്. എൻ്റെ പേര് ജെയിംസ്, ബാബു എന്ന് വിളിക്കുന്നു. ഞാൻ മാനന്തവാടി രൂപതയുടെ ജോസ് പിതാവിൻ്റെ ഡ്രൈവറായിട്ട് ശുശ്രൂഷ ചെയ്യുന്നു. ഞങ്ങൾക്ക് മാനന്തവാടി ടൗണിലൊരു ചെറിയ ഹോട്ടലുണ്ട്. മെസ്സായിട്ട് ഉച്ചഭക്ഷണം മാത്രം കൊടുക്കുന്നു. ഞാനും ഉഷാ മരിയ എൻ്റെ വൈഫ് ഞങ്ങൾ 2 കൂടെ നടത്തുന്നു. എനിക്ക് സമയം കിട്ടുമ്പോൾ ഞാൻ അവിടെ പോയി സഹായിക്കാറൊക്കെ ഉണ്ട്. ഈശോയെ പ്രതി ഒരു സേവനം എന്ന നിലയിലാണ് അത് നടത്തുന്നത്. ഞങ്ങൾക്ക് ദൈവത്തിൻ്റെ ഒത്തിരി അനുഗ്രഹം കിട്ടി, ദൈവത്തെ അറിഞ്ഞു. അതുകൊണ്ട് അതിൽ ലാഭം ഞങ്ങൾ നോക്കാറില്ല. എപ്പോഴും ഈശോയോട് രാവിലെ പ്രാർത്ഥിച്ച് ബൈബിള് വായിച്ച് ഞങ്ങൾ ദൈവത്തിൻ്റെ അനുഗ്രഹത്തോടു കൂടിയാണ് ആ സ്ഥാപനം തുറന്ന് പ്രവർത്തിക്കാറുള്ളത്. അവിടെ ഒത്തിരി വചനങ്ങളൊക്കെ എഴുതി വച്ചിട്ടുണ്ട്. വചനം എഴുതി വെച്ചതിൻ്റെ കാരണം ഞങ്ങൾക്ക് ഈശോയെ തൊട്ടറിയാനുള്ള അനുഭവങ്ങൾ കിട്ടിയിട്ടുണ്ട്. വരുന്നവരത് വായിക്കുന്നു, അത് ഫോട്ടോ എടുക്കുന്നു. ചിലർ ചോദിക്കും തന്നെ ഈ എഴുതി വെച്ചതിൻ്റെ അർത്ഥം എന്നതാണ് എന്നെല്ലാം ചോദിക്കുന്നുണ്ട്. അറിയാൻ പാടില്ലാത്ത ചിലർ ചോദിക്കും ഇതാരാണ്, അതെല്ലാം പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. എന്നാന്ന് വെച്ചാൽ ഈശോയെ എന്ന് പ്രഘോഷിക്കുക എന്നതും കൂടെ അതിലൊരു ഇതുണ്ട്. ബുദ്ധിമുട്ടില്ലാതെ കഴിഞ്ഞു പോകണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് അതിൽ നിന്ന് ഒത്തിരി ലാഭം അങ്ങനെ ഒന്നും ആഗ്രഹിക്കുന്നില്ല. കുറച്ച് കാലം മുമ്പ് എൻ്റെ വയറിൻ്റെ ഒരു ഭാഗത്ത് വലിയൊരു തടിപ്പുണ്ടായി. അത് മാനന്തവാടി ഹോസ്പിറ്റലിൽ നിന്ന് 1 മാസത്തോളം മരുന്ന് കഴിച്ചു. എന്നിട്ട് കുറവൊന്നുമില്ല. അപ്പം ഡോക്ടർ പറഞ്ഞു വേറൊരു ചെക്കപ്പ് ചെയ്യണം. അങ്ങനെ ഞാൻ കോഴിക്കോട് മിംസ് ഹോസ്പിറ്റലിൽ പോയി. അവിടെ ആദ്യം ഒരു ഡോക്ടറെ കണ്ടു. അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു വേറൊരു ഡോക്ടറെ കാണണം. ആ ഡോക്ടറെ കണ്ടു കഴിഞ്ഞപ്പോൾ പറഞ്ഞു അതൊരു ആമാശയ ക്യാൻസറിൻ്റെ ലക്ഷണമാണ് കാണുന്നത്. ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നുള്ളത് ഇങ്ങനെ ഭയങ്കര വിഷമവും മാനസികമായിട്ട് തകർന്നായിരുന്നു. ആ സമയത്താണ് മാനന്തവാടി രൂപതയുടെ ഒരു പാസ് സെൻറ്റർ മണിമൂളിൽ ഉണ്ട്. അപ്പോൾ തോമസ് പെരുമാട്ടിക്കുന്നേലച്ചൻ അവിടുത്തെ ഒരു ധ്യാനം നടത്തുന്നുണ്ടായിരുന്നു. അവിടെ ഒരു സിസ്റ്ററെ വിളിച്ച് പറഞ്ഞു എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ അച്ഛനോട് പറയണം. അപ്പം ആ സിസ്റ്റർ പറഞ്ഞു എന്നോട് അവിടെ വാ. ഞങ്ങൾ തലേദിവസം ചെന്ന് അവിടെ താമസിച്ച് രാവിലെ അച്ഛനൊരു ഇടവകയുണ്ട്. അച്ഛൻ കുർബാനയൊക്കെ കഴിഞ്ഞ് വന്ന് അച്ഛനും ശുശ്രൂഷകരും കൂടെ കൂടി ഞങ്ങളെ നടുക്ക് നിർത്തി ഞങ്ങൾ മുട്ടുകുത്തി നിന്നു, ഞാനും ഉഷയും കൂടെ. അപ്പം ഇങ്ങനെ പ്രാർത്ഥിച്ചു വന്നപ്പം അതിൽ ശുശ്രൂഷ ചെയ്യുന്ന ഒരാൾ ഇങ്ങനെ പറഞ്ഞു എനിക്ക് 2 സ്ത്രീകളോട് വെറുപ്പുണ്ട്, മനസ്സിൽ കിടപ്പുണ്ട്, അതെടുത്ത് മാറ്റ്, ഈശോ അത് ആവശ്യപ്പെടുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആലോചിച്ചു. അപ്പോൾ എൻ്റെ പെങ്ങന്മാരോട് തന്നെയായിരുന്നു എനിക്കത് ആ വിഷമങ്ങളുണ്ടായിരുന്നത്. അപ്പം അത് ക്ഷമിക്കാനുള്ള
ശക്തി അന്നേരം ദൈവം എനിക്ക് തന്നു എന്നുള്ളതാണ്. ഞാൻ അത് ക്ഷമിച്ചു. അത് കഴിഞ്ഞ് അച്ഛൻ വീണ്ടും പ്രാർത്ഥിച്ച് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ അച്ഛൻ പറഞ്ഞു, ഈശോ ആ എടുത്തു മാറ്റി എന്ന് പറഞ്ഞു ആ തടിപ്പ്. എന്നിട്ട് എൻ്റെ ഷർട്ടൊക്കെ മാറ്റി നോക്കിയപ്പം അവിടെ ഉണ്ടായിരുന്നിടത്ത് ഒരു സംഗതിയില്ല. ജീവിതം കഴിഞ്ഞു എന്ന് വിചാരിച്ചിരുന്ന എനിക്ക് അങ്ങനെ ഒരു അനുഭവം കിട്ടുക എന്ന് പറയുമ്പോൾ അത് വലിയൊരു അനുഭവം തന്നെയാണ്. അന്നേരം അച്ഛൻ പറഞ്ഞു, ഒന്ന് ഡോക്ടറെ കൂടെ പോയി കാണണം. അങ്ങനെ ഞാൻ കോഴിക്കോട് വീണ്ടും മിംസിൽ പോയി ആ ഡോക്ടറെ കണ്ടു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇപ്പം കുഴപ്പമൊന്നും കാണുന്നില്ലല്ലോ, എന്നാൽ വയറിൻ്റെ ഒരു ഡോക്ടറെ ഒന്ന് കണ്ടിട്ട് പോകും. അങ്ങനെ ഒരു ടോണി എന്നും പറഞ്ഞൊരു ഡോക്ടറെ അവിടെ കണ്ടു. അപ്പം ഡോക്ടറോട് ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഞങ്ങളൊരു ധ്യാനത്തിന് പോയി ഡോക്ടറെ, അന്ന് ഞങ്ങളുടെ ഈ ഇത് മാറിക്കിട്ടി എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ ചോദിച്ചു, അപ്പോൾ ധ്യാനത്തിന് പോയപ്പോൾ അങ്ങനെ മാറിക്കിട്ടിയല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, തീർച്ചയായും അങ്ങനെയാണ് ഞങ്ങൾക്ക് അനുഭവം ഉണ്ടായി എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടറും പരിശോധിച്ചൊക്കെ നോക്കിയിട്ട് പറഞ്ഞു, ഇനി കുഴപ്പമൊന്നും കാണുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഉഷയ്ക്ക് ഒരു രോഗം വന്നു. അപ്പോൾ ആ രോഗത്തോടു കൂടി ഞങ്ങൾക്ക് മാംസം മുങ്ങണമെന്ന് ഞങ്ങളോട് ആരും പിന്നെ ഇങ്ങനെ അങ്ങോട്ട് പറയുമ്പോൾ ഇങ്ങോട്ട് സമ്മതിക്കുകയല്ല. എന്നാന്ന് ചോദിച്ചാൽ അത് കാലാന്തരത്തിൽ സംഭവിക്കും എന്നൊക്കെ പറയും. എന്നാലും ഞങ്ങളുടെ മനസ്സിലിങ്ങനെയുണ്ട്. അങ്ങനെ ഉഷയുടെ അസുഖം കൂടെ വന്നു. അന്നേരം ഞങ്ങൾ വീണ്ടും ആവശ്യപ്പെട്ടു, ഞങ്ങൾക്ക് ഈശോയുടെ അടുത്ത് തന്നെ പോകണം, ഈശോയോട് ചേർന്ന് നിൽക്കണം, സഭയോട് ചേർന്ന് നിൽക്കണം എന്നെല്ലാം പറഞ്ഞ് അവസാനം ഞങ്ങൾക്ക് മാമോദിസ തന്ന് അങ്ങനെ ഞങ്ങൾ ഈശോയോട് ചേർന്ന് ഇപ്പോൾ മുന്നോട്ട് പോകുന്നു. എൻ്റെ ഈ രോഗം വന്നതുകൊണ്ടാണ് ഞങ്ങളുടെ മാമോദിസ അത്രയും പെട്ടെന്ന് നടന്നതെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. കാരണം 2013 ജനുവരി 6-ാം തീയതി ദനഹ തിരുനാളിൻ്റെ അന്നാണ് എൻ്റെ ശരീരത്തിൽ ഈ ക്യാൻസറിൻ്റെ അടയാളം കാണുന്നത്. അപ്പോൾ അത് കണ്ട ഉടനെ തന്നെ എനിക്ക് മനസ്സിലായി അത് ക്യാൻസറാണെന്ന്. അപ്പം ഞാൻ ഈശോയോട് ഇങ്ങനെ പറഞ്ഞു, എൻ്റെ ഈശോയെ, അങ്ങറിയാതെ ഒരു മുടി പോലും കൊഴിയില്ലല്ലോ കർത്താവേ, ഇത് ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നതാ എന്നിങ്ങനെ മനസ്സിൽ പറഞ്ഞു. പിന്നീട് ആണ് ചെക്കപ്പിനൊക്കെ പോയി ക്യാൻസറാണെന്ന് സ്ഥിരീകരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ റിപ്പോർട്ട് കൊണ്ടുവന്നു. ആ റിപ്പോർട്ട് കൊണ്ടുവന്ന് ഞങ്ങളുടെ പ്രിയപ്പെട്ട വൈദികരെ എല്ലാം കാണിച്ചു. കാര്യങ്ങളെല്ലാം ഇങ്ങനെ പറഞ്ഞ സമയത്ത് ഞങ്ങൾക്ക് മാമോദിസ തരാമെന്ന് പിന്നെ അവർ തീരുമാനിക്കുകയത്. എൻ്റെ താടിയല്ലിൽ 3 മുഴകളുണ്ടായിരുന്നു, ചെറിയ 3 മുഴകൾ. അപ്പോൾ ഒരു രാത്രിയാണ് ഞാനത് പെട്ടെന്ന് നോക്കുന്നത്. അങ്ങനെ താടിയല്ലിൽ 3 മുഴയുള്ള സമയത്ത് പിറ്റേ ദിവസം രാവിലെ അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എന്നെ സമാധാനം പറഞ്ഞു, എടി അത് കൊതുക് കടിച്ചായിരിക്കും എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ അഭിവന്തി പിതാവിൻ്റെ കുർബാനയായിരുന്നു അന്ന്, ജോസ് പിതാവിൻ്റെ കുർബാന ബിഷ്പോസിൽ. അപ്പം വിശുദ്ധ ബലി പങ്കെടുത്തതിന് ശേഷം ഹസ്ബൻഡ് എന്നോട്, നീ ഇവിടുന്ന് പ്രാർത്ഥിച്ചു, പിന്നെ കാപ്പ് കുടിക്കാൻ സമയമാകുമ്പോൾ ഇറങ്ങി വന്നാൽ മതി എന്ന് പറഞ്ഞ്. അങ്ങനെ അവിടെ ഇരുന്നപ്പോൾ എനിക്ക് കുരിശിൻ്റെ വഴി ചൊല്ലണമെന്ന് തോന്നി. അങ്ങനെ ഞാൻ കുരിശിൻ്റെ വഴി മുട്ടയെ നീന്തി ചൊല്ലി. പിന്നെ ഇറങ്ങി വന്ന് ഞാനിങ്ങനെ നോക്കുമ്പോൾ തന്നെ ആ 3 മുഴയും അപ്രത്യക്ഷമായി. അപ്പോൾ അങ്ങനെ ദൈവത്തിൻ്റെ വലിയ ഇടപെടൽ ഇപ്പോൾ എനിക്ക് മനസ്സിലായി. നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും വേദനകളോ ആകുലതകളോ രോഗങ്ങളോ ഉണ്ടോയെന്ന് നമ്മൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ശരീരം സൃഷ്ടിച്ച തമ്പുരാൻ, നമ്മുടെ ആത്മാവ് ദൈവം തന്ന തമ്പുരാൻ അറിയാം നമുക്ക് എന്തൊക്കെ വിഷമതകളുണ്ട്, അതൊക്കെ നീക്കിത്തരാൻ. അങ്ങനെ ഒരു ദിവസം ഞാൻ എൻ്റെ ഒരു സ്വപ്നത്തിൽ ഞാനിങ്ങനെ കാണുക, എൻ്റെ വീടിനടുത്തൊരു അമ്പലം ഉണ്ടായിരുന്നു. ആ അമ്പലത്തിലൊരു പ്രതിഷ്ഠ, ഞാൻ സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് പ്രാർത്ഥിച്ചിട്ടങ്ങ് പോകും. അപ്പോൾ ഞാനിങ്ങനെ ഈ പ്രാർത്ഥനയ്ക്ക് പോകാൻ തുടങ്ങിയതിന് ശേഷം ഞാൻ കാണുക, ആ അമ്പലത്തിൻ്റെ പ്രതിഷ്ഠ ഇളക്കി മാറ്റിയിട്ട് അവിടെ ഒരു ജീവനുള്ള ആൾ നിൽക്കുക. എന്നിട്ട് എന്നോട് പറയുക, ഞാനാണ് ജീവനുള്ള ദൈവം എന്ന്. അപ്പോൾ എനിക്ക് ഉറപ്പായി. പിന്നീട് ഞാൻ കാണുന്നത് അത് ഈ ജീവനുള്ള ദൈവമായിട്ട് കണ്ട ആ രൂപം പിന്നീട് കാപ്പയൊക്കെ ഇട്ട് ഒരു വൈദികൻ വിശുദ്ധ ബലി അർപ്പിക്കുന്ന പോലെ ഉള്ള ഇതിൽ വന്നിട്ട് ഞാൻ മുട്ടുകുത്തിയിരിക്കുന്നു, എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഒരു അനുഭവം എനിക്കുണ്ടായി. അപ്പോഴേ എന്നെ കൂടുതൽ ബോധ്യങ്ങളിലേക്ക് നയിക്കുകയാണ്, ഞാനാണ് സത്യദൈവം. ഇത് ഏതാണ്ട് ഒരു 10-15 കിലോയോളം ഉണ്ട്. ഇത് ബൈബിളാണ്, നമുക്കറിയാം. ഇത് നമ്മുടെ ഉഷാ മരിയ ചേച്ചി തൻ്റെ സ്വന്തം കൈപ്പടയിൽ ദൈവവചനത്തിന് തന്നെ സമർപ്പിച്ചതിൻ്റെ അടയാളമാണ് ഈ ബൈബിൾ. എന്ന് പറഞ്ഞാൽ
ഈ ബൈബിൾ എഴുതിയത് ഉഷാ മരിയ ചേച്ചിയാണ്. വിശുദ്ധ ബൈബിള് കൂടുതൽ വായിക്കാനും വായിച്ചു കഴിഞ്ഞപ്പോഴാണ് അത് എഴുതണം എന്നുള്ള ബോധ്യം വന്നത്. അങ്ങനെ എഴുതി പഠിച്ചാൽ എളുപ്പം പഠിക്കാം എന്നുള്ളൊരു ചിന്തയുള്ളതുകൊണ്ടാണ് ഞാൻ കംപ്ലീറ്റ് സമ്പൂർണ്ണ ബൈബിൾ എഴുതി. നമ്മൾ എഴുതുന്ന സമയം നമ്മൾ ഈശോയോട് കൂടെ അയക്കുന്ന പോലുള്ള അനുഭവമായിരുന്നു എനിക്ക്. എൻ്റെ 2 മുട്ടും തേയ്മാനമായിരുന്നു. ഇടതുമുട്ട് കംപ്ലീറ്റ് ആയിട്ട് പോയിരുന്നു, വലതുമുട്ടിന് തേയ്മാനം ബാധിച്ചിരുന്നു. അങ്ങനെ എനിക്ക് സ്റ്റെപ്പ് ഇറങ്ങാനും കയറാനും പറ്റില്ല. പിന്നെ ബാത്റൂമിലൊക്കെ ആണെങ്കിൽ യൂറോപ്യൻ ക്ലോസറ്റ് ആണെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അങ്ങനെയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള സമയമായിരുന്നു. ഒരു 2010 എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാല് ഒട്ടും വളയുകയില്ലായിരുന്നു. അങ്ങനെ മുട്ട് തേയ്മാനം കൊണ്ട് ഞാൻ ബുദ്ധിമുട്ടി മിംസ് ഹോസ്പിറ്റലിൽ പോയി. അപ്പോൾ അവർ പറഞ്ഞു ഒരു മുട്ട് കംപ്ലീറ്റ് പോയി, മറ്റേ മുട്ടിനും ബാധിച്ചു. അങ്ങനെ എനിക്ക് 1 മാസത്തെ മരുന്ന് തന്നു. പക്ഷേ മരുന്ന് തീർന്നു കഴിഞ്ഞാൽ വീണ്ടും വേദന തുടങ്ങി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് പെയിൻ കില്ലറാണ് തന്നതെന്ന്. അങ്ങനെ ഈ ഒരു സമയത്ത് ഞങ്ങൾ ഈ ധ്യാനത്തിന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സ്തുതിപ്പിൻ്റെ സമയത്ത് എൻ്റെ 2 മുട്ടിലും തണുത്ത തിര വന്നടിച്ച പോലെ എനിക്ക് തോന്നി. പെട്ടെന്ന് എൻ്റെ മുട്ടൊന്ന് റിലാക്സ് ആയി പോലെ പിന്നെ എനിക്ക് മുട്ട നിൽക്കാൻ പറ്റും. ഇപ്പോൾ അന്ന് ആ 2011 ശേഷം ഇന്ന് വരെയും വിശുദ്ധ ബലിയിൽ മുഴുവൻ സമയവും മുട്ട നിൽക്കാനും എൻ്റെ മുട്ടിൻ്റെ തേയ്മാനം കംപ്ലീറ്റ് ആയിട്ടും എൻ്റെ ഈശോ എടുത്തു മാറ്റി. ഈശോയിലെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ ആശ്രയിച്ചതും. ആ ഒരൊറ്റ ധൈര്യത്തിലാണ്, ആ ഒരൊറ്റ വിശ്വാസം എന്നിൽ ഉറച്ചത് കൊണ്ടാണ് ഞങ്ങൾ ഈ വിശ്വാസം ഈശോയ്ക്ക് വേണ്ടി ചേർന്ന് പോകാൻ ആഗ്രഹിച്ചത്. അപ്പം പലരും എന്നെ നിരാശപ്പെടുത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പം ഏറ്റവും സന്തോഷമുള്ളൊരു ജീവിതമാണ്. രണ്ടുതരം ക്യാൻസറായിരുന്നു എൻ്റെ ശരീരത്ത്. പക്ഷെ അവിടെ എൻ്റെ ഈശോയാണ് എനിക്ക് വിശുദ്ധ കുർബാനയിൽ ഈശോയുടെ തിരുശരീരവും തിരുരക്തവുമാണ് നമ്മുടെ ഓരോ കോശങ്ങളിലും നിറയുന്നത്. ആ ഒരു ഉത്തമ ബോധ്യം ഉള്ളത് കൊണ്ട് ഞാൻ ഇനി നാളെ എന്ത് സംഭവിക്കുമെന്നൊന്നും ഭയപ്പെടുന്നില്ല. എപ്പോഴും എൻ്റെ ഈശോയുടെ കൂടെ ആയിരിക്കുക, ജീവിതത്തിലും മരണത്തിലും മരണശേഷവും. ആ ഒറ്റ ആഗ്രഹവും പ്രാർത്ഥനയുള്ളൂ. ഇവരുടെ ജീവിതാനുഭവം കേട്ടിട്ട് ഞങ്ങൾക്കും തോന്നി ഇത് വലിയൊരു അത്ഭുതമാണെന്ന്. കാരണം ഇവർ റീസണബിളായിട്ടല്ല കർത്താവിനെ വിശ്വസിക്കുന്നത്, റീസണ് മുകളിലാണ്. എന്താ പറയുക, കാര്യകാരണത്തിനും അപ്പുറത്ത് ദൈവത്തെ അന്വേഷിക്കുന്ന കുടുംബമാണ് ഇവർ. അതുകൊണ്ട് ഇവരെയും റീസൺ അതീതമായിട്ടാണ് ദൈവം കരുതുന്നത്. നമ്മൾ വിശ്വാസം അങ്ങനെയാണല്ലോ, റീസണെ അതിലംഘിക്കുന്നതാണ് വിശ്വാസം. അപ്പോൾ നമ്മുടെ വിശ്വാസവും ഇത്തരത്തിൽ റീസൺ അതീതമായി വിശ്വാസത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് ദൈവത്തെ നോക്കിക്കാണാൻ കഴിയട്ടെ. അപ്പോൾ നമുക്കും ഉഷ ചേച്ചിയെ പോലെ ചേട്ടനെ പോലെ ദൈവത്തെ അനുഭവിക്കാൻ കഴിയും. വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.